ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡെലിവറിക്ക് കഴിഞ്ഞിട്ടുള്ള 4th ഡേ ആണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ചെയ്യണമെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പോയി ഉടനെ കുളിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചാൽ ഒരു ഉന്മേഷം കിട്ടും, അതുകൊണ്ട് രാവിലെ പോയി കുളിച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യുക, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിൻ്റെ ഇതാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ വന്നിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ പേവാർഡിൽ ഇത്ര സമയം അലൗഡുള്ളൂ. അപ്പോൾ 6 മണി തൊട്ട് 8 മണി വരെ ഫുഡ് കൊണ്ടുവരണവരെ മാത്രം കയറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പോയിട്ടോ. അപ്പോൾ അമ്മ അതിന് മുമ്പേ ക്യാൻറ്റീനും ഫുഡും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ ഇവിടെ പണി കിടക്കുന്നുണ്ട്, എപ്പോഴും സൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസും ഈ രീതിയിൽ കാണും. അപ്പം അമ്മ വന്നിട്ടുണ്ട് ഗൈസ്. അമ്മ ഇൻസുലിൻ എടുത്തിട്ട് വന്ന് അച്ഛൻ പോയി. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇൻസുലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അത് എടുക്കാൻ പോയിട്ട് അമ്മ വന്നു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രോസസ്സിങ്ങാണ് കിടക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ എന്താ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് കഴിക്കാം. എന്താണ് അമ്മ? ഇതെൻ്റെ രാവിലത്തെ കോലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് നേരത്തെ എണീറ്റിട്ടോ. നേഴ്സ് വന്നല്ലെങ്കിൽ റൂമിൽ വന്ന് തട്ടും. അപ്പോൾ രാവിലെ തന്നെ കണി കാണുന്നത് നേഴ്സിനെയാണ് കേട്ടോ. നേഴ്സ് ട്രിപ്പും കൊണ്ടുവരും. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പതിവായിട്ടുണ്ട്, എനിക്കൊരു ശീലം. അപ്പോൾ രാവിലെ വന്ന് അവർ ട്രിപ്പിടും, പിന്നെ ഉച്ചയ്ക്ക് രാത്രി, അങ്ങനെ 3 നേരമാണ് ട്രിപ്പ് ഇടുന്നത്. പിന്നെ അമ്മ കുറച്ച് കാത്ത് നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ട്രിപ്പ് തീരുന്നത് നേഴ്സിൻ്റെ അടുത്ത് പോയി പറയാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ ബ്ലഡ് തിരിച്ച് കയറും. ഇപ്പം ഞാൻ ആ ട്രിപ്പൊക്കെ ഓഫാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ സംഭവമൊക്കെ ഊരി കളയാനൊക്കെ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ അവസാന ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എന്നാലും അമ്മ കാത്തിരിക്കുക, എന്നിട്ട് പോയി പറയും. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഊരിയിട്ട് കേട്ടോ ട്രിപ്പ്. അതാണ് സൈഡിൽ ഇങ്ങനെ ട്രിപ്പ് തൂങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ നേഴ്സ് വന്ന് എടുത്തുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞ അമ്മ വിളിക്കാൻ പോകണ്ട, ഞാൻ തന്നെ ഊരി ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അമ്മ നേരെ ക്യാൻറ്റീനിൽ പോയിട്ടോ. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഫുഡും ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആദ്യം ഞാൻ ചായ കുടിക്കും. മെഡിസിൻസൊക്കെ അതിന് മുമ്പ് കഴിക്കാനുണ്ട്, ഒരു മെഡിസിൻ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് കാപ്പി കുടിക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞുവാവ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുക, നല്ല ഉറക്കം. അവൻ രാത്രി എണീറ്റിരിക്കുന്നതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഉണർന്നിരിക്കും, പാല് കുടിക്കും, പിന്നെ കുറച്ച് നേരം കളിക്കും, കരയും. ഇങ്ങനെയൊക്കെ ഈ പ്രോസസ്സിലോട്ട് ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും റിക്കവറിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. പക്ഷേ പഴയ ഡെലിവറി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഡെലിവറി എനിക്ക് കുറച്ചും കൂടെ റിക്കവറി കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഹോസ്പിറ്റൽ. പഴയ ഹോസ്പിറ്റലിൽ എനിക്ക് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നും തരില്ല, എനിക്ക് കഷ്ടപ്പെടുത്തിയല്ലേ. പക്ഷേ ഇവിടെ സമയം 3 നേരം ട്രിപ്പും വേദനയ്ക്കുള്ള ട്രിപ്പും കാര്യങ്ങളെല്ലാം തരുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മളെ കുഞ്ഞു വാവ എണീച്ചിട്ടുണ്ട്. ഞാനില്ല ഫുഡ് കയ്യിലെടുത്തത്. ഏതായാലും ഞാൻ കഴിച്ചിട്ട് ഇനി ഫുഡ് കൊടുക്കുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നോളൂ. അപ്പോൾ കുളിച്ചിട്ട് വന്ന ഉടനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പണ്ട് കേട്ടിട്ടുള്ളത്. മൂത്രം ഒഴിച്ചു, വേറെ ഒന്നുമല്ല ഗൈസ്, മൂത്രം ഒഴിച്ചു, അതിൻ്റെ ഇതാണ്. അപ്പോൾ പണ്ടുള്ള ആചാരം ഇങ്ങനെയാണോ, കുളിച്ചിട്ട് ഉടനെ പാൽ കൊടുക്കാൻ പാടില്ല, കൊച്ചിന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് കഴിക്കാം, അതുവരെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇടിയപ്പം എൻ്റെ മുട്ടക്കറി. ഇനി ഞാനിത് ഫുള്ളും കഴിച്ചിട്ട് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും കഴിക്കാനുണ്ട്. അത് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. വീഴുന്നോ? കുറച്ച് നേരം കിടക്കും. ഇങ്ങനെയൊക്കെ തന്നെ, എപ്പോഴും കിടക്കൊക്കെ തന്നെ. പിന്നെ ഇനി അങ്ങോട്ട് വീഡിയോ ഞാൻ മറന്നില്ലെങ്കിൽ എടുക്കാം. ഞാൻ എപ്പോഴും സ്റ്റാർട്ടിങ് രാവിലെ വീഡിയോ എടുക്കും, ഒരു ഉച്ചയ്ക്കാവുമ്പോൾ ഉച്ചത്തേക്ക് വീഡിയോ എടുത്തിട്ട് പിന്നെ വൈകിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഞാൻ കഴിച്ചിട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹേ പിന്നെ അവൻ എണീറ്റു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അവൻ കരയാനുള്ള പുറപ്പാടാണ്, വായിക്ക പോകുന്ന കാണാമല്ലോ. അപ്പോൾ കരയുന്നത് ഇതിലെടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ഓടക്കൊക്കെ ജടയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ
പാടാം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, എൻ്റെ കുഞ്ഞുപാവയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കുഞ്ഞുപാവയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ ഇന്ന് ചേട്ടനും ചേച്ചിയും വന്നിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവരെ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. കുഞ്ഞുവാവയ്ക്ക് കിട്ടുന്ന സെക്കൻഡ് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടനും ചേച്ചിയും കൂടെയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്, വലിയമ്മയുടെ മോനും മോളും. അപ്പോൾ അവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ വീഡിയോ എടുക്കും, ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർ കോമ്പിനേഷനും സംഭവം എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. പില്ലോ, പിന്നെ ഇത് കയ്യിലിടേണ്ടത്, പിന്നെ 2 സൈഡും കൂടെ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്, പിന്നെ ഇതിൻ്റെ തലയൊന്നും ഇങ്ങനെ അങ്ങോട്ടിക്കൊണ്ടാക്കണം അതൊക്കെ, പിന്നെ കാലിൽ ഷോക്സ്, ഉടുപ്പ്, പാൻറ്റ്, ഇതെന്തുവാ ഇതെനിക്കറിയില്ല, ഇത് ഫീഡിങ് ബോട്ടിലിന് എന്തോ ആണെന്ന് തോന്നുന്നു ഇത്. പിന്നെ ടവലുണ്ട്. എല്ലാം ഉള്ള ഒരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ പൊട്ടിക്കുന്നില്ല. ഇതേതായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയല്ലോ. ഏതായാലും നമ്മൾ ഇപ്പോഴേ പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, അമ്മ എവിടെ കൊണ്ടുപോകുക, അങ്ങ് കരഞ്ഞുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കുന്നത്. ഇതല്ല കേട്ടോ, കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്നും രാവിലെ കുഞ്ഞിൻ്റെ ഡോക്ടർ വരും. അപ്പോൾ ചെക്കപ്പ് ചെയ്യാൻ കൊണ്ടുപോകണം. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് എടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുഞ്ഞിനെ നോക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ. അതിന് കൊണ്ടുപോയിട്ട് വരികയാണ്. ഇപ്പോൾ ജനിച്ചപ്പോൾ നല്ല കളറായിരുന്നു കേട്ടോ. ഇപ്പോൾ മങ്ങിയിട്ടുണ്ട് അവൻ. പിന്നെ പിന്നെ ഫുഡ് അച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആപ്പിളൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞു കിട്ടും. അതാണ് എൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെയും ട്രിപ്പ് കൊണ്ടുവന്നു. ഈ ട്രിപ്പ് ഇല്ലാതെ ഞാനില്ലാന്ന് പോലത്തെ അവസ്ഥയായിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ട്രിപ്പ് കൊണ്ടുവന്നു. അത് പിന്നെ അച്ഛനെ പുറത്ത് 2 മണിക്ക് ശേഷം പുറത്തടിച്ച് വിടും കേട്ടോ. അങ്ങനെ അച്ഛനെ 2 മണിക്ക് ശേഷം അവർ വാച്ച്മാൻ വന്ന് പുറത്താക്കും. എന്നിട്ട് പിന്നെ 4 മണിക്ക് വിസിറ്റേഴ്സ് അലൗഡ് ഉള്ളൂ. അപ്പോഴത്തേക്കും അച്ഛൻ 4 മണിക്ക് വന്ന് നമുക്ക് ചായയും വാഴയ്ക്കപ്പവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പേരും കൂടെ ഇന്ന് ചായ കുടിക്കും. അച്ഛൻ എന്നിട്ട് 4 മണിക്ക് വന്നിട്ട് പിന്നെ അച്ഛൻ പോകുന്ന 6 മണിക്കാണ്. അപ്പോൾ 6 മണി വരെ ഇവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ. അപ്പോൾ 6 മണി വരെ ഇരിക്കും. അച്ഛൻ രാവിലെ വരും കേട്ടോ. അച്ഛൻ ഒരു 6 മണിയാകുമ്പോഴത്തേക്കൊക്കെ വരും. അവർ 6 മണിക്ക് കയറ്റി കിട്ടിയില്ലെങ്കിൽ അച്ഛൻ ഒന്ന് വെളിയിലിരിക്കും കേട്ടോ. എന്നിട്ട് പറ്റുന്ന സമയം കയറി വരും. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ ചായയും വാഴയ്ക്കപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ വാഴയ്ക്കപ്പം. അപ്പോൾ ഞാൻ 1 അല്ല 2-3 എണ്ണമൊക്കെ കഴിക്കും കേട്ടോ, ചായയും വാഴയ്ക്കപ്പവും. അങ്ങനെ കപ്പിൾസ് അവിടെ ചായയും വാഴയ്ക്കപ്പവും കൊടുത്ത് റൊമാൻറ്റിക് കാണിക്കുകയാണ് ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ കളിയാക്കുന്നുണ്ട്, പക്ഷേ വോയിസ് കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ കഴിച്ച ശേഷം ഇന്നായിരുന്നു ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് പോണ്ട, ഇന്നത്തെ ഒരു ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നും നമ്മുടെ വീട്ടിൽ പോക്ക് ക്യാൻസലായിട്ടോ. പിന്നെ ഇത് രാത്രിയാണ്. രാത്രി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗുളിക മെഡിസിൻസും കാര്യങ്ങളുണ്ട് കുറച്ച് കഴിക്കാൻ, അത് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ബൈ.